ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഒരുപാട് പേരുടെ ചോദ്യം, ഒൺകയൊക്കെ കഴിഞ്ഞല്ലോ, പൈസയൊക്കെ കിട്ടിത്തുടങ്ങിയോ എന്ന്. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോടായി എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമുക്ക് വിജയം നമ്മുടെ മുന്നിൽ എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു മുന്നേയുള്ള വീഡിയോയിലൊക്കെ. അപ്പം നമ്മൾ ആദ്യം വീഡിയോ ഇടുമ്പോഴത്തേക്ക് വലിയ സബ്സ്ക്രൈബറൊന്നും കാണത്തില്ല. എനിക്ക് ഒരു സബ്സ്ക്രൈബർ തന്നെ എത്രയും നാൾ കഴിഞ്ഞിട്ടാണ് അത് 2 ആയത്, പിന്നെ 3 ആയത്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബറൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, അശോ ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് വയ്യ, വേണ്ട. അപ്പം ഞാനാണെങ്കിൽ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1-2 മാസം കഴിഞ്ഞേ അടുത്ത വീഡിയോ ഇടുള്ളൂ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് പറഞ്ഞു തരാനും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത് തന്നെ, ഇതിൻ്റെ കാര്യങ്ങൾ എഡിറ്റിംഗ് ആയാലും എന്ത് കാര്യങ്ങളായാലും എനിക്ക് പറഞ്ഞു തരാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പം ദിവസവും വീഡിയോ ഇടണമെന്ന് പറഞ്ഞു തരാനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബുകൾ സെർച്ച് ചെയ്ത്, അപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് ദിവസവും നിങ്ങൾ വീഡിയോ ഇടണം എങ്കിലേ വ്യൂസ് കൂടുകയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ചുമ്മാ ഞാൻ തമാശയ്ക്ക് വെറുതെ എടുത്തൊരു ചാനലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊച്ചുങ്ങളെ വികൃതികളും കാര്യങ്ങളൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചെടുത്തൊരു ചാനലാണ്. അപ്പോൾ എന്നും ഞാൻ വീഡിയോ ഇടത്തില്ല. എൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ ഒരു വീഡിയോ ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ എന്നേ ചാനൽ കയറി വന്നാനേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം. എന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരു സബ്സ്ക്രൈബർ അതുകൊണ്ട് മുന്നോട്ട് പോവുക, ആരും ചാനൽ ഉപേക്ഷിക്കരുതെന്ന്. അപ്പോൾ ഒരു സബ്സ്ക്രൈബറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിഷമിച്ച് നമ്മൾ പറയാം നമുക്കിനി ചാനൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോകും, പിന്നെ വീഡിയോ ഇടാത്തവരുണ്ട്. അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട, നമുക്ക് സബ്സ്ക്രൈബർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഞാനും പിന്നെയാണ് എനിക്കും ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ എന്നും വീഡിയോ ഇടുക, അപ്പം നല്ല നല്ല വീഡിയോകൾ ഇടുക. അപ്പം നമ്മൾ മോൻ്റെ സ്കൂളിലാണ് പോകണമെങ്കിൽ മോൻ്റെ സ്കൂൾ സംബന്ധമായ വീഡിയോ എടുക്കുക. നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ അതിന് സംബന്ധമായ വീഡിയോ ഇടാന്ന്. പിന്നെ പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതായിട്ട് പഠിച്ചതൊന്നുമല്ല, എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാൻ വീഡിയോ എടുക്കും, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ സിമ്പിൾ മെത്തേഡ്. അല്ലാതെ വേറെ രീതിയിലൊന്നും എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ എന്തായാലും 1K കഴിഞ്ഞു. അത് വളരെ വലിയ നിങ്ങളുടെ കാരുണ്യം കൊണ്ട് മാത്രം. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എങ്കിലേ നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അത് ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ, എങ്കിലേ നമുക്ക് അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് യൂട്യൂബിനോടാണ് നമുക്ക് നന്ദി പറയേണ്ടത് കേട്ടോ, എത്രയായാലും. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണല്ലേ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി പേർക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണല്ലേ യൂട്യൂബ്. അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതം യൂട്യൂബ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ, ഒത്തിരി പേരുടെ. ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവർ കാണും, കാരണം കുട്ടികളെ നോക്കേണ്ടത് കൊണ്ട്. ചിലപ്പം വേറെ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ വരുന്ന ജോലിയെ ഉള്ളൂ എല്ലായിടത്തും, അല്ലാതെ നമുക്ക് 10 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരുന്ന ജോലികളൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂട്യൂബ് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്കും അങ്ങനെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്കും ഒരു കുട്ടിയൊക്കെ ഉള്ളത് കാരണം അവനെ പഠിക്കാനും ഒക്കെ അയക്കുന്ന കാരണം പോകാൻ പറ്റത്തില്ല എനിക്കും. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്, ഞാനൊരു യൂട്യൂബ് തുടങ്ങിയാൽ എന്ത്. അപ്പം ആരെങ്കിലും ചോദിച്ചാൽ ഞാനൊരു യൂട്യൂബറാണ് എന്ന് പറയാൻ തന്നെ എന്താ അന്തസ്സല്ലേ. അപ്പം ഇപ്പം എന്നോട് ചോദിക്കുക എന്ത് വർക്ക് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ചെറിയ വീഡിയോ. യൂട്യൂബറാണോ? അതേ യൂട്യൂബറാ. അപ്പോൾ എത്ര ഇതുണ്ട്? ഞാൻ പറഞ്ഞു 1K കഴിഞ്ഞു. അതൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയും പേർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പം യൂട്യൂബ് തരുന്ന ഒരു വലിയൊരു ഇതാണല്ലേ അത്, വലിയൊരു സമ്മാനം തന്നെയാണ്. അപ്പം പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉപകാരം.
അപ്പം വേറെ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നല്ല ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് നമുക്ക് എത്ര കോടികളും ലക്ഷങ്ങളും കോടികളാണ് അല്ലേ ഓരോരുത്തർ സമ്പാദിക്കുന്ന യൂട്യൂബ് വഴി. അപ്പോൾ നമുക്കും അങ്ങനെ ഒരു ചെറിയ കോടികളൊന്നും വേണ്ട, നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു തുക നമുക്കും യൂട്യൂബിൽ നിന്ന് നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഒൻകിയൊക്കെ കഴിഞ്ഞല്ലോ, യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടിത്തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചവർക്കായിട്ട്, കിട്ടിത്തുടങ്ങിയില്ല മക്കളെ, കിട്ടിത്തുടങ്ങിയില്ല. പക്ഷെ കിട്ടിത്തുടങ്ങും ഉടനെ കേട്ടോ. ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടിത്തുടങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്തായാലും കിട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങളുമായി ഞാൻ തീർച്ചയായും ഷെയർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളാണല്ലോ ആ ക്യാഷ് എൻ്റെ കയ്യിലോട്ട് വരാനുള്ള ഏക കാരണം. അപ്പം നിങ്ങളായിട്ട് എന്തായാലും എനിക്കത് ഷെയർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോകളെല്ലാം കണ്ട് ഇതുവരെ തന്ന സപ്പോർട്ടിനേക്കാൾ ഇനിയും സപ്പോർട്ട് എനിക്ക് നിങ്ങൾ തരണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം, ഇനി അങ്ങോട്ട് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടാതെ എല്ലാവർക്കും അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സിനി സന്തോഷ്.